കൊച്ചിയിൽ യുവതിയുടെ കഴുത്തറുത്തു. ഗുരുതരാവസ്ഥയിലുള്ള യുവതി തൊടുപുഴ സ്വദേശിനി സൂര്യ ചികിത്സയിലാണ്. രവിപുരത്തെ ട്രാവൽസിലാണ് സംഭവം. ആക്രമിച്ച പള്ളുരുത്തി സ്വദേശിയായ യുവാവ് ജോളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിൽ മുറിവേറ്റ യുവതി തൊട്ടടുത്ത ഹോട്ടലിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വിവരങ്ങളുമായി എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ ആക്രമണത്തിന് കാരണം? ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ? ധന്യ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ റേസ് ട്രാവൽസ് ബ്യൂറോ എന്ന പേരിലുള്ള ട്രാവൽ ഏജൻസി സ്ഥാപനത്തിലാണ് പള്ളുരുത്തി സ്വദേശിയായ യുവാവ് എത്തിയത്. ഇവിടെ എത്തിയ ശേഷം സ്ഥാപന ഉടമയെ കാണാനാണ് എത്തിയത്. എന്നാൽ സ്ഥാപന ഉടമയെ കാണാൻ കഴിയാത്ത വന്ന സാഹചര്യത്തിലാണ് തൊടുപുഴ സ്വദേശിനിയായ ജീവനക്കാരി സൂര്യ എന്ന യുവതിയുടെ കഴുത്തിന് കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുണ്ടായത്. ഈ കത്തിയിൽ കുത്തി പരിക്കേറ്റതോടുകൂടി യുവതി ഈ സ്ഥാപനത്തിൽ നിന്നും ഓടി സമീപത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയാണ്. ഹോട്ടലിലെത്തിയപ്പോൾ ഹോട്ടലുടമയും മറ്റ് ജീവനക്കാരുമൊക്കെ ചേർന്നാണ് അവരെ പിന്നീട് പോലീസ് വന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ സാരമായ പരുക്ക് യുവതിക്കുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഈ യുവതി കഴിയുന്നത്. എന്തായാലും ഈ സംഭവം നടത്തിയ ശേഷം ഈ പ്രതിയായ ജോളി ഈ സ്ഥാപനത്തിൽ തന്നെ നിന്നു. അവിടെ നിന്ന് പുറത്തേക്ക് പതിയെ ഇറങ്ങി വന്നു എന്നാണ് ഈ കാഴ്ചകളെ കണ്ട ദൃക്സാക്ഷിയായ അടുത്തുള്ള കടയിലെ ഹോട്ടൽ ഉടമ പറയുന്നത്. 5 ലക്ഷം രൂപ ഈ കോവിഡ് കാലത്തിന് മുമ്പ് വിദേശത്തേക്ക് പോകുന്നതിനുള്ള വിസ ആവശ്യങ്ങൾക്കായി ഇറേ ട്രാവൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ കോവിഡ് കാലാവധി കഴിഞ്ഞിട്ട് ലോകത്ത് സഞ്ചാരവും മറ്റ് ജോലി ആവശ്യത്തിനൊക്കെ ആളുകൾ പുറത്തേക്ക് പോകുന്നത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടും ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ഈ പൈസയെ പറ്റിയോ അല്ലെങ്കിൽ വിസയെ പറ്റിയോ ഉണ്ടായില്ല. ഇതിൽ മനന്നൊന്താണ് ഈ കൃത്യം ചെയ്തതെന്നാണ് ഇയാൾ കടക്കാരോട് പറഞ്ഞത്. കാരണം പലവട്ടം ഈ സ്ഥാപന ഉടമയുടെ അടുത്തെത്തുകയും തന്റെ പണം അല്ലെങ്കിൽ തനിക്ക് ജോലി വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഒരു തരത്തിലും ഈ സ്ഥാപന ഉടമയുടെ ഭാഗത്തുനിന്നും നീക്കം ഉണ്ടായില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്ഥാപന ഉടമയെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി താൻ ഇവിടേക്ക് വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് യുവതിയെ നമുക്കെന്തായാലും ദൃക്സാക്ഷി അയാൾ പറയുന്നത് കേൾക്കാം. പിന്നെ അത് തിരിച്ചു ചോദിച്ചിട്ട് കുറെ നാട് തിരിച്ചു ചോദിച്ച് നടക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ കണ്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ മുതലാളിനെ തട്ടാനാണ് വന്നത്. പക്ഷെ ഇവളെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അതെ, അവൻ പറഞ്ഞു. അവനതിൻ്റെ അകത്തായിരുന്നു. അവനിട്ട് പുറത്ത് വന്നത്. പുറത്ത് വന്നപ്പോഴേക്ക് ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ 5 ലക്ഷം രൂപ കണ്ട് വിസയുടെ പൈസ ലോക്ക്ഡൌൺ മുമ്പ് അങ്ങനെ കൊടുത്തു. പള്ളുരുത്തിക്കാരൻ അങ്ങനെ തോന്നുന്നു. അവൻ പറഞ്ഞ പള്ളുരുത്തി അങ്ങനെ. അപ്പോൾ അവനോടും പോയില്ല. അവനോട് തന്നെ ഞാൻ പറഞ്ഞു ഞാനോടും പോകുന്നില്ല, ഞാനോട് തന്നെ ഉണ്ട്, പോലീസിനെ വിളിച്ച് എന്നാലും കുഴപ്പമില്ല എനിക്ക് കണ്ട് അവനോട് തന്നെ നിൽപ്പുണ്ടായി. രക്ഷപ്പെടാൻ നിന്നിട്ടില്ല, അവനോട് തന്നെ നിൽപ്പുണ്ടായി. ഉടമയെ കൊല്ലാനാണ് വന്നെന്ന് അവൻ പറഞ്ഞു. പൈസ കൊടുക്കേണ്ടത് ഉടമയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാ പെണ്ണിനെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെ കൊല്ലാനാണ് വന്നത്. അവനെ കിട്ടിയില്ല, വടിവാട് കിട്ടിയില്ല, അവർക്ക് ചെറിയ കത്തിയാണ് കിട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ടാണ് പിന്നെ ഇവിടെയാണ് കിട്ടിയത്. ഇവിടെ പൈസ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് അവനെ കുത്തിക്കഴിഞ്ഞാൽ അവൻ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് മുതലാളി വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. മുതലാളിയെ ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല. മുതലാളി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മുതലാളി പോയി കളഞ്ഞ് അപ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞു. യുവതിക്ക് നന്നായി കഴുത്തിനാണ് ഇവിടെ ഓടി വന്നത്. ഇവിടെ ആ പെൺകുച്ചി ഇവിടെ വരാറുണ്ട്, സാധാരണ ഇവിടെ വരാറുണ്ട്, ചായ കുടിക്കാനൊക്കെ വരാറുണ്ട് ഇവിടെ. അപ്പം പിന്നെ ഇവിടെ ഓടി വന്നപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഷോക്ക് ഒന്നും മനസ്സിലായില്ല സംഭവം. അത് കഴിഞ്ഞിട്ടാണ് നോക്കുമ്പോൾ അവളിങ്ങനെ കൈയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ അവനവിടെ ഉണ്ടല്ലേ, ഞങ്ങളുടെ ചെന്നപ്പോഴാണ് അവന് പുറത്തോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫ് ഇവിടുന്ന് പോലീസിന്റെ പുറത്തിറങ്ങിയ ഒരു പോലീസിന്റെ വണ്ടി കൂടി പോകുന്നുണ്ടായി. അത് കൈ കാണിച്ച് നിർത്തി ആ പോലീസിന്റെ വണ്ടി തന്നെ ഇല്ല അറിയില്ല. ഇയാളെ കണ്ടിട്ടൊന്നുമില്ല. പെൺകൊച്ച ഇവിടെ വരാറുണ്ട്, ഇവിടെ വന്നിട്ട് ചായ കുടിക്കാറുണ്ട്. ഇതാണ് പറയുന്നത്. കാരണം ഈ പ്രതി കൃത്യമായി കൊല്ലണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ഈ സ്ഥാപന ഉടമയെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തിലെത്തിയത്. പക്ഷേ ഉടമയില്ലാത്ത സാഹചര്യത്തിലാണ് യുവതിക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് ഇയാൾ പറയുന്നത്. വടിവാൾ കൊണ്ട് വരണമെന്നാണ് കത്തിയത്. എന്നാൽ വടിവാൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ കത്തിയുമായി എത്തുകയായിരുന്നു എന്നും പറയുകയും ചെയ്യുന്നു. സ്ഥിരമായി ഈ കടയിൽ അതായത് നേരെ ഒരു വശത്തുള്ള സ്ഥാപനമാണ്. ഇവിടെ വന്ന് ചായ കുടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നൊരു യുവതിയുമായിരുന്നു. എന്തായാലും ഇങ്ങോട്ടാണ് ഓടി വന്നത്. തുടർന്ന് ഇവിടെ നിന്നും ആൾക്കാർ ജീവനക്കാരടക്കമുള്ളവർ ചേർന്നാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. നമുക്കിപ്പോഴും ഒരുപക്ഷെ കാണാം തറയിൽ ഈ ചോരപ്പാടുകൾ മറ്റുമൊക്കെ യുവതി എത്തിയതിൻ്റെ ചോരപ്പാടുകൾ ഇപ്പോഴും ഈ സ്ഥാപനത്തിന് മുന്നിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. എന്തായാലും വളരെ പെട്ടെന്ന്
കടയുടമയും ജീവനക്കാരും ചേർന്ന് സമീപത്തിൽ കൂടി പോയ പോലീസ് വാഹനത്തിന് കൈ കാണിക്കുകയും ആ വാഹനത്തിൽ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും യുവതിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊരു വിശദീകരണം ആശുപത്രിയിൽ നിന്നും എത്തിയിട്ടില്ല. ഏതാണ്ട് വലിയ ഗുരുതരമായ പരിക്കുകൾ തന്നെ കഴുത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കത്തി ഉപയോഗിച്ചാണ് മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അടുത്ത് തന്നെ ആശുപത്രി ഉള്ളതുകൊണ്ട് അവിടേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഇതിപ്പം ഈ ഹോട്ടലിലെ അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്, ഇയാളുടെ നിവൃത്തികേടോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ ആക്രമണം നടത്തിയിരിക്കുന്നു, പ്രതിയാണ്, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ കൃത്യം നടത്തിയ ശേഷം ഇയാൾ ഇവിടെ തന്നെ തുടരുകയായിരുന്നു എന്നാണ് നമുക്ക് ആ കടയുടെ ഉടമ പറഞ്ഞത്. കാരണം ഈ കൃത്യം നടത്തിയ ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാനോ മറ്റുമുള്ള ഒരു ശ്രമവും പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വളരെ നിസ്സംഗ ഭാവത്തിൽ ഈ പ്രതി താഴേക്ക് ഇറങ്ങി വരികയും ഇവരോട് കടക്കാരൻ എന്തിനിത് ചെയ്തു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരണം ചോദിച്ചപ്പോൾ താൻ കൃത്യമായി ഈ പെൺകുട്ടിക്കിട്ട് കുത്തുകയായിരുന്നു, കഴുത്തിന് കുത്തുകയായിരുന്നു എന്ന് യാതൊരു മടിയുമില്ലാതെ മറുപടി നൽകി കടയുടമയോടുള്ള പ്രതികാരമാണ് താൻ വീട്ടിൽ നിന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തിന് ഈ പെൺകുട്ടിയെ, പാവപ്പെട്ട പെൺകുട്ടിയെ ആക്രമണം നടത്തിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആക്രമിച്ചാലെങ്കിലും കടയുടമ ഇവിടെ എത്തിച്ചേരും എന്നൊരു, അല്ലെങ്കിൽ സ്ഥാപനത്തിനുടമ അവിടെ എത്തിച്ചേരുമെന്ന ഒരു വിശദീകരണമാണ് അയാൾ നൽകിയത്. കാരണം കോവിഡ് കാലത്തിന് മുമ്പ് നൽകിയ പണമാണ്. ഇതിനുശേഷം ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരുപാട് കാലം ഈ സ്ഥാപനത്തിന്റെ മുകൾ വശത്തേക്ക് കയറി ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു കൃത്യത്തിന് മനഃപൂർവ്വം തയ്യാറെടുത്ത് ഈ സ്ഥാപന ഉടമയെ വധിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇവിടെ എത്തിയത്. എന്നാൽ സ്ഥാപന ഉടമയെ കാണാത്ത സാഹചര്യത്തിൽ തന്നെ കണ്ട് സ്ഥാപന ഉടമ സ്ഥലത്തു നിന്നും മാറി മുങ്ങിയ ഒരു സാഹചര്യത്തിൽ അയാളെ ഇവിടേക്ക് വരുത്താൻ ഇതല്ലാതെ മാർഗമില്ല എന്ന രീതിയിലുള്ള വിശദീകരണമാണ് ഈ പ്രതി നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതി ഈ സ്ഥലത്തു നിന്നും ഓടിപ്പോയൊന്നുമില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. സമീപത്തിനുള്ള തേവര പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരെത്തി അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ആ പ്രതി ഉള്ളത്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റെന്തെങ്കിലും ലഭ്യമാണോ? ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഹിസ്റ്ററിയുള്ള ആളാണോ? സ്ഥിരമായി ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ ഇയാൾക്ക്? ഏത് സാഹചര്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പറയുന്നുണ്ടോ? പള്ളുരുത്തി സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായ ഈ പ്രതി. അയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനോട് ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ പറഞ്ഞത്, നേരത്തെ കടയുടമ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള വിശദീകരണമാണ് നൽകിയത്. കോവിഡ് കാലത്തിന് മുമ്പ് പണം നൽകിയിരുന്നു, ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ പണമാണ്. അത് വാങ്ങിയ ശേഷം വിസയുമില്ല, പണവുമില്ലാത്തൊരവസ്ഥയിൽ മനംനൊന്ത് നിൽക്കുകളില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നതെന്ന രീതിയിൽ തന്നെയാണ് പോലീസിനോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ ഇത് അയാളുടെ മൊഴിയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ട്രാവൽ ഉടമയുമായുള്ള പ്രശ്നം തന്നെയാണോ, അല്ലെങ്കിൽ യുവതിയുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ യുവാവിനുണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ യുവാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കടയുടമയോട് പറഞ്ഞതും പോലീസിനോട് പറഞ്ഞതുമായ കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. പക്ഷേ ഇത് തന്നെയാണോ കാരണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വളരെ വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ കുറ്റവാസന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് നേരത്തെ പരിചയമുള്ള ആളാണോ, അല്ലെങ്കിൽ അത്തരം കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡിയിലായ പ്രതിയുമായി ഒരുപക്ഷെ അധികം വൈകാതെ പോലീസ് ഇവിടെ തെളിവെടുപ്പ് നടത്താനടക്കമുള്ള സാധ്യതകളുണ്ട്. പെൺകുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രി അല്പസമയത്തിനകം ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൊച്ചി നഗരത്തെ ഞെട്ടിച്ച ഒരു അക്രമ സംഭവമാണ് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ഇതില് മറ്റൊരു കാര്യം അനീഷ്, പട്ടാപ്പകൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു, അതായത് ഇങ്ങനെ വന്ന് പെൺകുട്ടിയെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടലാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സ്ഥലത്ത്, ഈ സ്ഥാപനത്തിൽ CCTV ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഈ സംഭവം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നൊരു സ്ഥാപനമായിരുന്നില്ലേ? ഈ ഉടമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഈ സാധാരണഗതിയിൽ പലയിടങ്ങളിലും സംസ്ഥാനത്ത് ഈ കോളേജുകളിലും അടക്കം പോലും ഇത്തരത്തിലെ സംഭവങ്ങൾ യുവതികൾക്ക് നേരെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ആക്രമമുണ്ടാകുക, പ്രണയ നൈരാശ്യവും മറ്റുമൊക്കെ കാരണങ്ങൾ കൊണ്ട് യുവതിയെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തുക, ആസ്വദിക്കുക തുടങ്ങിയ പലവിധ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നേരിട്ടൊരു സംഭവമില്ലാത്ത ഇടങ്ങളിൽ ഈ ഒരു ജോലി സ്ഥലത്തൊരു യുവതി ജോലി ചെയ്യുന്നു. സ്ഥാപന ഉടമയ്ക്ക് അവിടുത്തെ ഇടപാടുകാരനുമായി തർക്കങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അയാളെ സ്ഥാപന ഉടമയെ വഞ്ചിക്കുന്നു, സ്ഥാപന ഉടമ ഈ ഇടപാടുകാരനെ വഞ്ചിക്കുന്നു. പക്ഷേ അതിൻ്റെ പ്രതികാരം അവിടുത്തെ ഒരു തൊഴിലാളിയോട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവനക്കാരിയോട് തീർക്കുന്ന സംഭവം സാധാരണഗതിയിൽ പതിവുള്ളതല്ല. നമുക്കറിയാം ഈ രവിപുരത്തും മറ്റുമൊക്കെയാണ് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം ട്രാവൽ ഏജൻസികളുടെ ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്നത്. പലപ്പോഴും വിസ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടപാടുകാരെ വഞ്ചിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിൽ വരികയും ഇത്തരം തൊഴിൽ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളടക്കം കൈകാര്യം ചെയ്യാറുമുണ്ട്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെയും ഈ ഉടമ നടത്തുന്ന തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഉടമ നടത്തുന്ന വഞ്ചനയ്ക്ക് പലപ്പോഴും ജീവനക്കാർ ഒരു ഭാഗമാവാത്ത സാഹചര്യം ഉണ്ട്. കാരണം ഈ ഉടമ ഈ പണവുമായി മുങ്ങിയ ശേഷം മാത്രമായിരിക്കും ജീവനക്കാർ തങ്ങൾ കൂടി വഞ്ചിതരായതിനെക്കുറിച്ചുള്ള വിവരം അറിയുക. ഇതിനുശേഷമായിരിക്കും എത്രമാത്രം വലിയ ഒരു കളവാണ്, തട്ടിപ്പാണ് ഈ വിസ തട്ടിപ്പുകാർ നടത്തിയത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള വിവരം അറിയുക. ഇത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഈ ഇടപാടുകാരെ പോലെ തന്നെയാണ് ജീവനക്കാരും പ്രവർത്തിക്കുക. കാരണം അവർക്കിതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിലും പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന സൂര്യ എന്ന തൊഴിൽക്കാരിയായ യുവതിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ അറിയിക്കുകയുണ്ടായില്ല. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും വരുമ്പോൾ ഈ സ്ഥാപന ഉടമ ഈ സ്ഥാപനത്തിൽ നിന്നും മുങ്ങുകയും വിശദീകരണം നൽകാൻ ആരുമില്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജീവനക്കാരിക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കപ്പെടുക, അല്ലെങ്കിൽ തന്റെ പണം മടക്കി ലഭിക്കുന്നതിനുള്ള ഏതറ്റം വരെയുള്ള പ്രവർത്തനം തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന ഒരു സൂചന തന്നെയാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിശദീകരണം തന്നെയാണ് ആ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വടിവാളുമായി വരണമെന്ന് ആണ് ആഗ്രഹിച്ചത്, പക്ഷേ കത്തി മാത്രമേ ലഭിച്ചു എന്ന് വളരെ നിസ്സാര ഭാവത്തോടുകൂടി പറയുന്ന ഒരു പ്രതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശരി, നന്ദി അനീഷ്. കൊച്ചിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പള്ളുരുത്തി സ്വദേശി ജോളിയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പട്ടാപ്പകൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നു. യുവതിയുടെ കഴുത്തറക്കുന്നു. ട്രാവൽ ഏജൻസിയിൽ വന്ന് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. സംസ്ഥാനത്ത് വൻ സ്വർണ്ണവേട്ട. കരിപ്പൂർ വിമാനത്താവളത്തിൽ 5 കേസുകളിലായി 3 കോടി രൂപയുടെ സ്വർണം പിടികൂടി. കമ്പ്യൂട്ടർ പ്രിന്ററിലും ന്യൂട്രില്ല ബോട്ടിലും ശരീരത്തിലും ഒളിപ്പിച്ച് 5 കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചു. മലപ്പുറം സ്വദേശികളായ ആഷിഖ്, അബ്ദുൽ നിഷാർ, വടകര സ്വദേശി അഫ്നാസ് എന്നിവരിൽ നിന്ന് സ്വർണം കണ്ടെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗർഭനിരോധന ഉറകളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 38 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു. ദുബായിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി മുഹമ്മദ് 3 ഗർഭനിരോധന ഉറകളിലായി പേസ്റ്റ് രൂപത്തിലാക്കിയാണ് സ്വർണം ഒളിപ്പിച്ചത്. തൃശൂർ പേരാമംഗലത്ത് തീ പടർന്ന് ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു. 1 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തെ തുടർന്നാണ് തീയണച്ചത്. സാമൂഹ്യവിരുദ്ധരാണ് തീയിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. പേരാമംഗലം പടിഞ്ഞാറ്റുമുറിയിൽ വൈകിട്ട് 4 മണിയോടെയാണ് തീ പടർന്നത്. വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിച്ചെങ്കിലും തീ പടരുകയായിരുന്നു. തുടർന്ന് സമീപത്തെ വീട്ടിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് തീ കെടുത്തിയത്. സമീപത്തെ ചെറുപ്പക്കാരുടെ 1 മണിക്കൂറിലേറെ നീണ്ട പ്രയത്നത്തെ തുടർന്ന് തീ അണച്ചതിനാൽ വ്യാപക കൃഷിനാശം ഒഴിവായി. സാമൂഹ്യവിരുദ്ധരാണ് തീയിട്ടത് എന്നാണ് നാട്ടുകാരുടെ നിഗമനം. ഭയങ്കരമായിട്ട് തീപടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് ആളിപ്പടരുന്ന ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി മോട്ടറും അതുപോലെ തന്നെ തൂപ്പൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ തീ മൊത്തം അണച്ചൊരു അപകടം നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കാൻ സാധിച്ചു. പടിഞ്ഞാറ്റുമുറിപ്പാടത്തെ നെൽകൃഷിയിൽ ഒരു ഭാഗം കത്തി നശിച്ചു. തീ അണയ്ക്കുന്നതിനിടെ ചിലർക്ക് പൊള്ളലേറ്റു. ന്യൂസ് 18 തൃശൂർ. കാർഷിക കേരളം. കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ച വിളിച്ചോതി കണ്ണൂർ ചെറുപുഴയിൽ നടക്കുന്ന വിത്തുത്സവം ശ്രദ്ധേയമാകുന്നു. ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ നേതൃത്വത്തിലാണ് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം വിത്തുത്സവം നടക്കുന്നത്.
നാടൻ വിളകളുടെ വിസ്മയലോകം തീർത്താണ് വിത്തുത്സവം കടന്നുപോകുന്നത്. നാടൻ രീതിയിൽ തയ്യാറാക്കിയ വിത്തുപുര പരമ്പരാഗത വിത്തുക്കളുടെയും മറ്റ് നടീൽ വസ്തുക്കളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെയും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. അന്യം നിന്നു പോകുന്ന വിത്തുകളുമായി കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളും തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷക സംഘങ്ങളും വിത്തുത്സവത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കർഷകരും വിദ്യാർത്ഥികളുമെല്ലാം ഒഴുകിയെത്തിയ വിത്തുത്സവത്തിൽ കർഷക പ്രക്ഷോഭ നേതാവ് രാകേഷ് ടിക്കായത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. हमको आने वाले टाइम पे एमएसपी गारंटी कानून भारत सरकार से चाहिए, उसी से ही किसान बच सकता है. मिनिमम सपोर्ट प्राइस, एमएसपी, स्वामीनाथन कमेटी की रिपोर्ट, इन दो चीज़ पे एक बड़े आंदोलन की फिर हम तैयारी कर रहे हैं. समस्त साउथ के किसानों से अपील है कि वे आंदोलन में हिस्सेदारी की तैयारी करें. ടിക്കായത്തിനെ കൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 19 കർഷക നേതാക്കളും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. അന്യം നിന്നു പോകുന്ന ചെടികളും വിത്തുകളും വാങ്ങാൻ ആദ്യ ദിവസം മുതൽ തന്നെ നല്ല തിരക്കനുഭവപ്പെട്ടു. സ്ത്രീ സംരംഭകരുടെ പോഷകഭക്ഷ്യമേളയും ഭക്ഷ്യോൽപ്പന്നങ്ങളും വിത്തുത്സവത്തിന് മാറ്റുകൂട്ടി. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകരെ ഏവരും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൃഷിക്കും കർഷകനും പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ട് ഫെയർ കേരള സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി കർഷക കേരളത്തിന് എന്തുകൊണ്ടും അഭിമാനകരമാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും കാരണം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് പ്രതീക്ഷയുടെ പൊൻകിരണം നൽകുന്നതാണ് ഇത്തരം ഫെസ്റ്റുകളെന്ന് ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോയി. ഇവിടെ ഈ നമ്മുടെ തനതായി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിത്തുകൾ ഇവിടെ കൊടുക്കുകയാണ്, അതിൻ്റെ തൈ ഇവിടെ കൊടുക്കുകയാണ്. അതിനപ്പുറത്ത് കൃഷിക്കാരൻ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പം അവരൊരു പുതിയ സന്ദേശം, എനിക്ക് തോന്നുന്നു ഒരു പുതിയ സന്ദേശം കൊടുക്കുക. നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ അവിടെ വിറങ്ങലിച്ച് നിൽക്കലല്ല, ഇതാ ഇങ്ങോട്ട് വാ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യേ, ഇതാ ഞങ്ങൾ പുതിയ വാഴവിത്തുണ്ടാക്കിയിരിക്കുന്നു, ചേന, വിവിധ പരിപാടികളോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഗാഥയാണ്. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇറക്കിയ കൃഷിയിൽ 100 മേനി വിളവ്. പട്ടാമ്പി എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തരിശുനിലം തളിരണിയിച്ചത്. വിളയൂർ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. അമരക്കുളം ഉള്ളാറ്റ പാടശേഖരത്തിൽ തരിശായി കിടന്നിരുന്ന സ്ഥലം കൃഷിയോഗ്യമാക്കിയാണ് വിത്തിറക്കിയത്. പൊന്മണി വിത്തുപയോഗിച്ച് നടത്തിയ നെൽകൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചു. ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഉത്സവ അന്തരീക്ഷത്തിൽ കൊയ്ത്തു നടന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്താണ് എന്നതിന് മുഴുവനായിട്ട് ഒരു കുറച്ചു ദിവസം കൊണ്ട് പഠിക്കില്ലെങ്കിലും കർഷകനും കൃഷിക്കാരും എന്താണ്, എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, കൃഷി ഒരു അന്തസ്സുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി ഇതിന്റെ ഭാഗമായുണ്ട്. 1.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. കൃഷി പരിപാലിച്ചത് NSS യൂണിറ്റിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. കർഷകരുടെ പിന്തുണയും കൃഷി പ്രവൃത്തികൾക്ക് ലഭിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് കാരാട്ടുവയലിൽ പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയിൽ നെൽകൃഷി. വർഷങ്ങളായി തരിശിട്ട് കിടക്കുന്ന 5 ഏക്കർ പാടത്താണ് കൃഷി ഇറക്കിയത്. കാരാട്ടുവയലിനെ പച്ച പുതപ്പിക്കാൻ ഡോക്ടർമാർ മുതൽ ബിസിനസ്സുകാർ വരെ പാടത്തിറങ്ങി. നാടൻ പാട്ടിന്റെ ഈണത്തിനൊപ്പം 25ലധികം പ്രൊഫഷണലുകൾ ഒത്തുചേർന്നു കാരാട്ടുവയലിനെ പച്ച പുതപ്പിക്കാൻ. ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകരും ബാങ്ക് ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരുമെല്ലാം ഇവരിൽ ഉൾപ്പെടും. ഒരു കാലത്ത് കാസർഗോഡിന്റെ നെല്ലറയെന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കാരാട്ടുവയൽ. വർഷങ്ങളായി തരിശായി കിടക്കുന്ന പാടത്താണ് കൃഷിയുടെ ആരവം വീണ്ടും ഉയർന്നത്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രവർത്തകരാണ് ആശയത്തിന് പിന്നിൽ. 5 ഏക്കറിൽ അറ്റ്ലസ് നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. പരമ്പരാഗത രീതിയിൽ പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ക്ലബ്ബ് പ്രസിഡന്റ് C. കുഞ്ഞിരാമൻ നായരുടെ ആശയത്തെ പിന്തുണച്ചാണ് പ്രവർത്തകർ വയലിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ രാജ്യത്തിലെ ഭക്ഷ്യ സുരക്ഷ ലക്ഷ്യമാക്കി ലയൺസ് പ്രസ്ഥാനം നടത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് കാരാട്ടുവയലിൽ ഇപ്പോൾ പകുതിയോളം സ്ഥലം തരിശായി കിടക്കുകയാണ്. അത് അടുത്ത വർഷങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് ജനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും അതുവഴി ഈ തരിശ് പ്രദേശം കാഞ്ഞങ്ങാടിൻ്റെ സമ്പദ് സമൃദ്ധിയിലേക്ക്
കൊണ്ടുവരുന്നതിനുമാണ് ഈ ലയൻസ് പ്രസ്ഥാനം ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് വരെ സജീവമാകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. രാജ്യം പരാക്രം ദിവസ് ആചരിച്ചതിന്റെ ഭാഗമായി തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു ചിത്രരചനാ മത്സരം. പ്രധാനമന്ത്രി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിലെ വിവിധ ആശയങ്ങളെ ആധാരമാക്കിയായിരുന്നു മത്സരം. പരീക്ഷാ പേ ചർച്ചയുടെ മുന്നോടിയായാണ് മത്സരം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ പരീക്ഷയെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും അകറ്റുവാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ അവരെ തയ്യാറാക്കുകയുമാണ് ലക്ഷ്യം. ദേശവ്യാപകമായി പ്രധാനമന്ത്രി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിന്റെ വിവിധ ആശയങ്ങൾ ആധാരമാക്കിയാണ് മത്സരം നടന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികം പരാക്രം ദിവസായി ആഘോഷിക്കുന്ന വേളയിലാണ് മത്സരം സംഘടിപ്പിച്ചത്. 500 കേന്ദ്രീയ വിദ്യാലയങ്ങളിലായാണ് മത്സരം നടന്നത്. വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നൈസർഗികവും പുതുമയുള്ളതുമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന വേദിയായി മത്സരം മാറി. തിരുവനന്തപുരത്ത് ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിലും പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിലുമാണ് മത്സരം സംഘടിപ്പിച്ചത്. ആദ്യ 5 സ്ഥാനത്തെത്തിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളും സമ്മാനമായി നൽകി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രധാനമന്ത്രി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിന്റെ ഓരോ പ്രതി പ്രോത്സാഹന സമ്മാനമായും നൽകി. കാരയ്ക്കാമണ്ഡപം വിജയകുമാർ, പ്രൊഫസർ വി ജയചന്ദ്രൻ, AK ഗോപിനാഥ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.